ചുമരെഴുത്തും നിശബ്ദ പ്രചരണവും ആരംഭിച്ചിട്ടും അവസാന നിമിഷം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാനുള്ള തീരുമാനം കെ.സി. വേണുഗോപാൽ മാറ്റിയതിന് പിന്നിൽ CPM-ന്റെ തന്ത്രവും പാളയത്തിലെ പടയും. പുന്നപ്രയും വയലാറും ഉൾപ്പെടുന്ന വിപ്ലവ ഭൂമിയാണെങ്കിലും ആലപ്പുഴയുടെ മനസ്സ് കോൺഗ്രസിനൊപ്പമാണ് കൂടുതലും നിന്നിട്ടുള്ളത്. കഴിഞ്ഞ രണ്ടു തവണയും കെ.സി. ഇവിടെ നിന്ന് പുഷ്പം പോലെ വെന്നിക്കൊടി പാറിച്ചതാണ്. ഇത്തവണ സീറ്റ് എങ്ങനെയും തിരിച്ചു പിടിക്കുന്നതിന് വ്യക്തമായ പഠനമാണ് CPM നടത്തിയത്. അങ്ങനെയാണ് അരൂർ MLA AM ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. അതിന് തൊട്ടു പിന്നാലെ താൻ മത്സരിക്കുന്നില്ലെന്ന് കെ.സി.യും പ്രഖ്യാപിച്ചു. ഇത് രണ്ടും കൂട്ടി വായിച്ചാൽ ചില സംഗതികൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് കോൺഗ്രസ് കെ.സി.ക്ക് പകരം ഷാനിമോൾ ഉസ്മാനെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഉം CPM-നൊപ്പമാണ്. ഹരിപ്പാട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിജയിച്ചു. മണ്ഡലങ്ങളുടെ പൊതു സ്വഭാവം വെച്ച ഇടതുകോട്ടയാണെന്ന് വിലയിരുത്താം. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം അങ്ങനെയല്ല. 1962-ൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ചതു മുതൽ ഇതുവരെ 12 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ 8 തവണയും കോൺഗ്രസ് ആണ് വിജയിച്ചത്. PKV-യും സുശീല ഗോപാലനും ആഞ്ചലോസും മിന്നൽ പിണറായിട്ടുള്ള ആലപ്പുഴ ഇത്തവണ പിടിച്ചെടുക്കാൻ AM ആരിഫിനെ ഇറക്കിയത് മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണവും ജാതിമത സമവാക്യങ്ങളും പരിശോധിച്ച ശേഷമാണ്. ആലപ്പുഴയിൽ 13,14,535 വോട്ടാണ് ഇത്തവണയുള്ളത്. കഴിഞ്ഞ തവണ CPM-നേക്കാൾ 3% വോട്ടാണ് കെ.സി.ക്ക് കിട്ടിയത്. ആ 3% ഇത്തവണത്തെ കന്നി വോട്ടർമാരിലൂടെയും മണ്ഡലത്തിലെ 2 ലക്ഷത്തോളം മുസ്ലിം വോട്ടുകളിലൂടെയും തിരിച്ചു പിടിക്കുകയാണ് CPM തന്ത്രം. അത് വ്യക്തമായതോടെയാണ് കെ.സി. കേന്ദ്രത്തിൽ തിരക്കാണെന്ന് പറഞ്ഞ് കളം വിട്ടത്. 6,81,164 വനിതാ വോട്ടർമാരുണ്ട്. കെ.സി.ക്കെതിരെ സരിത ഉന്നയിച്ച ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ചർച്ചയാകും. അങ്ങനെയെങ്കിൽ പുരുഷന്മാരെക്കാൾ 5 ലക്ഷത്തിലധികം വോട്ടുള്ള സ്ത്രീകളുടെ സമ്മതിദാനാവകാശം ഏറെ നിർണായകമാകും. കെ.സി. കോൺഗ്രസിലെ രണ്ടാമനായത് കേരളത്തിലെ പല ഉന്നതർക്കും രസിച്ചിട്ടില്ല. അതിനാൽ അവരെല്ലാം കൈകോർക്കുമെന്ന് വ്യക്തമായി അറിയാം. കാലുമാരലും CPM-ന്റെ തന്ത്രവും കൂടി ചേരുമ്പോൾ നാണംകെട്ട തോൽവി ഉണ്ടായേക്കും. അത് ദേശീയ ശ്രദ്ധ നേടും. അതെല്ലാം മുന്നിൽ കണ്ടാണ് കെ.സി. മത്സര രംഗത്ത് നിന്ന് പിന്മാറിയത്. കേന്ദ്രമന്ത്രിയാകണമെങ്കിൽ രാജ്യസഭയിൽ നിന്നാകാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക കെ.സി. ആയിരിക്കും. ഇതെല്ലാം വ്യക്തമായി വിലയിരുത്തിയ ശേഷമാണ് കെ.സി. ഒരു മുഴം മുന്നേ എറിഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.